ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ബ്രിട്ടന്റെ കൂടെ എടുത്തേക്കുന്നത് ഗ്രേറ്റ് ബ്രിട്ടൻ. അത് ഒന്ന് തന്നെ. പക്ഷെ ഇതിനകത്ത് അടുത്തൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ ഈ വാർ കൺട്രില് ഈ ഫാസ്റ്റ് ബാറ്ററി റേറ്റിംഗ് 1-2 എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഈ ഒരു മാപ്പ് തന്നെയായിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസ് വരുന്നത്. ഇതിനകത്ത് എൻ്റെ ഇരിക്കുന്ന മൊത്തവും ലൈക്ക് ലെവൽ 1. ഇത് മാത്രമേ കുറച്ച് മെച്ചമുള്ളതുള്ളൂ. പക്ഷേ അതിന് അത്യാവശ്യം കഴിഞ്ഞതാണ്. എനിവേ ലെറ്റ്സ് ഗോ വിത്ത് ഇറ്റ്. പോരാത്തന്നെ ഇരുട്ടും നടന്നത് തന്നെ മൂഞ്ചി കിട്ടുമ്പോൾ മുമ്പാനായിട്ട് ഇരുട്ടായിട്ടുണ്ട്. എൻ്റെ പൊന്നു ചങ്ങാതിമാർ, ഒരു തേങ്ങാക്കൊലയും കണ്ടുകൂടാം. വല്ല കാറോ ജീപ്പോ ലൈറ്റ് ഇട്ട് നോക്കായിരുന്നു. ഇതിനിപ്പോൾ അത് പറ്റിയാലോ. എന്തിനാണോ ഇങ്ങനെയുള്ള ചവർ ലെവലൊക്കെ വെച്ച് കാതിരമാനസ കാതിര കാതിരമാനസ കാതിര ഇതൊക്കെ വെടിവെക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. പച്ച ബുള്ളറ്റ് കൊള്ളാല്ലേ? എന്റെ പച്ച കൊള്ളാം. ഇതുകൊണ്ട് രസം. ഇത് ചിലപ്പോ ഇവന്മാര് ക്ലൗഡ് ഇറക്കുവേ. എങ്ങോട്ടൊക്കെയാണോ അവര് പോകുന്നത്? ഇതങ്ങ് അടുത്ത തീരോ? പക്ഷെ എന്താല്ലേ സംഭവിച്ചത്? ഒന്നും മനസ്സിലാവുന്നില്ല. വെടിയുണ്ട് എങ്ങോട്ടോട്ടോ പോകുന്നു, അവൻ വേറെ എങ്ങോട്ടോട്ടോ പോകുന്നു. അതിന്റെ പറയുക പക്ഷെ അത് എങ്ങോട്ടാ വരുന്നേ? ഇത് തറ കാണുകയല്ല, താന്ന് വീഴുമ്പോഴേ അവിടെയാണ് പണി കിട്ടുന്നത്. എന്താടാ ഇത്? പൊളിച്ചവയ്ക്ക് പോയ പോലെ ഉണ്ട്. വാസികല്ലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടി. ഇതിനെയാണ് ഇരുട്ടടി എന്ന് പറയുന്നത്. മോനെ പൈസേ കമലയാ. അടുത്തവൻ വരുന്നു. പണ്ടാര ആൾട്ടിറ്റ്യൂഡ് കണ്ടോ? 200 മീറ്റർ താഴോട്ടുള്ളൂ. 1 കിലോമീറ്റർ ദൂരം പണ്ടാണ് ഇതുപോലെ. കത്തി തോന്നിട്ടാ കാണുന്നില്ല, പോയി. ചിലപ്പോഴേ നമ്മൾ ഏതൊരു ഓഞ്ഞ വിമാനം എടുക്കുവേ, അതായത് അടുത്ത ഇത് ആദ്യം വിമാനം കയറി അത് കത്തിക്കഴിഞ്ഞ് നല്ല വിമാനത്തെ സെക്കൻഡ് ലെവലൊക്കെ നമ്മൾ ഇറക്കാൻ ഓർത്തെടുക്കും. എന്നാൽ ഈ പണ്ടാരം കുട്ടികൾ ഇതിങ്ങനെ കിടക്കും ഒരു അത് കിട്ടുന്നുള്ള പോലെ. നീ എവിടുന്ന് വരുന്നടാ ഇത്? ഇന്നെ മടി കയറിക്കടേ. അതേതാണ് നമുക്ക് ഈ വിമാനം വിട്ടിട്ടേ ചാടിയാലോ? കാത്തിരുന്നു പോയി. ഉണ്ട തീർന്ന പുഴമെലിഞ്ഞ് പോയി കാലവും ഉണ്ടയില്ല പഴം പോലെ വന്നിട്ട് എന്നെ എന്റെ അഞ്ചത്തോട്ട് ഏടാ.
ഞാനും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടുന്നുണ്ട്. അവൻ്റെ പറയാൻ പോയിട്ട് കാര്യമില്ല. പിന്നെ എന്തുകൊണ്ടുണ്ടാക്കിയതാടാ? ഓലെ ഓലെ ഓ ഓലെ ഓലെ ഓ ഓലെ ലേ 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 ലേ. Wow, that was a clean shit. പോയി കുറച്ച് നേരമായിട്ട് ഓങ്ങി ഇരിക്കുകയായിരുന്നു. വേറെ ശരിക്കും നമ്മൾ പുറത്തേക്ക് ഇട്ടായിരുന്നു. അവിടെ നിൽക്കി കിട്ടാ, അതുവരെ നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ എപ്പോഴാ പണി പോകും. നമുക്ക് ഇവനായിട്ട് പോവാം, പോയിരിക്കാം. 1 മിനിറ്റ്. ഈ പണ്ടായിട്ടൊന്നുമില്ല പോലെ പോകേണ്ടിരിക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ്. മിനിമം ഈ സാധനമായിട്ട് പോകണമല്ലേ? ആപ്പ് എന്നെ കുഴപ്പമില്ലാണ്ട്. ഇതിന്റെ പുറകിലൊരു കിണറുണ്ട്, അവനിലാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷെ ഇതിങ്ങനെ നേരത്തെ നമ്മൾ നല്ല സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് കളിക്കായിരുന്നു. ഇതിനത്ര തിരിയാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അത് ചിലതാകാതെ വരും. എന്നാലും തവണ വരെ പക്ഷെ പ്ലാങ്ങി ചെല്ലുമ്പോഴത്തേക്ക് തീരുമായിരിക്കും. നിങ്ങൾക്കൊക്കെ ഈ കളി കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാകും കേട്ടോ, കമന്റ് ഇട്ട് കേട്ടോ. നമുക്കൊരു ഗ്രൂപ്പ് ആവാം, എന്നിട്ട് ഒരുമിച്ച് സ്ക്വാഡ് ഫോം ചെയ്തിട്ട് കളിക്കാം. ഇപ്പൊ ഞാൻ തപ്പിയിട്ട് ആരെയും കിട്ടുന്നില്ല. കൂടെ ഉള്ളവരൊന്നും ഈ കളിയോടെ അങ്ങനെ താല്പര്യമുള്ളവന്മാരല്ല. ബിക്കോസ് ഇത് തുടക്കത്തിൽ കളിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, തുടക്കത്തിൽ നിങ്ങൾ കളി തുടങ്ങുമ്പം ഇത്ര ഗ്രിപ്പും കോപ്പും കിട്ടത്തൊന്നുമില്ല. ഇതിപ്പോ ലെവൽ 1 ആയിട്ട് ലെവലിൽ കൂടുന്നതനുസരിച്ച് ഡിഫിക്കൽറ്റി കൂടും. ഈ വർഷങ്ങളായിട്ട് ഇതിനകത്ത് തന്നെ പെറ്റ് കിടക്കുന്ന കുറെ അവന്മാരുണ്ട്. ഇന്ത്യക്കാരല്ല, പുറം പാർട്ടികളാണ് അവന്മാരെ, റഷ്യക്കാരൊക്കെ. എൻ്റെ ആദ്യത്തെയൊക്കെ വീഡിയോയ്ക്ക് കൂടുതലും വ്യൂ കിട്ടിയേക്കുന്നൊക്കെ റഷ്യ എന്നാ. മലയാളത്തിലൊക്കെ വീഡിയോ ഇട്ട് അവന്മാർ റഷ്യക്കാരൊക്കെ കയറി കാണാം. എന്ത് കാണാം. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതാക്കാം. പിന്നെ എല്ലാവരുടെയും സാഹചര്യം പോലെ ആവില്ലല്ലോ. വാർ തണ്ടർ മൊബൈലുണ്ട്, പക്ഷെ മൊബൈലിന് വേറൊരു, എനിക്ക് മൊബൈൽ കളിച്ച് ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് നമ്മൾ ഇത്ര ഗ്രാഫിക്സിലൊക്കെ ഇതിങ്ങനെ കളിച്ച് ശീലിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മൊബൈൽ കളിച്ചാലും നമുക്ക് ആ ഒരു ഫീല് കിട്ടില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് കളിച്ച് ആ ഒരു ഹൈപ്പ് എത്തിക്കൊണ്ടാവുമല്ലോ, അത് മൊബൈലിനകത്ത് കളിക്കുമ്പോൾ വരികയല്ല. സോ ദാറ്റ്സ് ഡിഫറെന്റ്. ബട്ട് വാട്ട് എവർ, എത്രയാ? 1000, 2000, 3000 പ്ലാറ്റ്ഫോം. ആയിരൊക്കെ വെടി വെക്കാനേ കുറെ ഇരിക്കുന്നവനോടാ പറഞ്ഞത്. എനിക്കിട്ട് വെടിവെക്കൊള്ളാം. അല്ല, വെടിവെയ് കൊള്ളാം. നമുക്ക് വെടി വരുന്നുണ്ട്. ആരാ വെടി വെക്കുന്ന? ഓ പോയി. ഇതാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പം ഞാൻ എക്സ്റ്റിങ്വിഷറോ? ആഹാ, നല്ല രൂപീകരിക്കുന്ന വയസ്സ്. ഇവിടെ നല്ല വെള്ളക്കെട്ട് ഉണ്ടായിരുന്നല്ലോ. ഇതുപോലെ വരുന്ന കാണും. ആക്കാവുന്നില്ല. നമുക്ക് മെല്ലെ തടാകത്തിൽ ഇറക്കാം. കൊള്ളാം. എൻ്റെ ഉണ്ടാകുന്നുള്ളൂ. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മളിങ്ങനെ കൊള്ളാൻ ഫാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുമാതിരി വന്നു കഴിഞ്ഞൊരുമാതിരി ഒരു സുഖം ഉണ്ടാവില്ല. ബോംബ് ആദ്യം കളഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സ്പീഡ് കാര്യങ്ങളൊക്കെ കിട്ടും. പുല്ല്, ഇത് ബോംബറിന്റെ കാറ്റ് കയറില്ലല്ലേ. ഇത് കാണാൻ പറ്റുന്നതാണെങ്കിൽ ചിലപ്പോൾ കുറെ സമയം എടുക്കും. നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് ഓടിച്ചു കിട്ടോ കേട്ടോ അവിടെ.
ആകാശ പൊന്മാനത്തെ വരാം തുമ്പിവാ തുമ്പക്കുട്ടത്തിൽ തുമ്പത്താ ഊഞ്ഞാലിടാൻ ആകാശ പന്താരത്തെ ഞാൻ കയറ്റി വെക്കുന്നു. ഇനിയിപ്പോ നമുക്കെത്താൻ ചാടിയാലോ? നല്ല ശരി, സ്പീഡ് കുറച്ച് ഗ്രാവിറ്റിയുടെ സപ്പോർട്ടോടുകൂടി മുമ്പോട്ട് നമുക്ക് കുതിക്കാം. മിക്കവാറും കുതിച്ച് മുമ്പ് ചെല്ലുമ്പോ എല്ലാരും പണി നിർത്തി പോകുന്ന തോന്നുന്ന. ഒരുത്തനെയുള്ള അപ്പുറത്തെ ടീമില് 1, 2, 3 പേരെ ഉള്ളല്ലേ. അപ്പൊ കഴിയുമ്പത്തേക്ക് വലിയ പ്രയോജനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അവിടെ ചെല്ലുന്നപ്പുറം വേണ്ടിയാണല്ലോ. നമുക്കൊന്ന് നേരെ പോവാം. ചിലപ്പം വേറെ ആരെങ്കിലും പരിപാടിക്കും. സർവാധിപത്യം. ദൂരേക്ക് പോവുകയാണോ അടുത്തേക്ക് വരികയാണോ? ചേട്ടാ ഇവ എങ്ങോട്ടേക്ക് പോകുന്നേ? CR42 CR7 അല്ലേ? that was a great move, bro. എന്നാ ഇവിടെ തന്നെ കുറച്ച് വട്ടങ്ങൾ നിൽക്കാമല്ലോ. അങ്ങനെ സോൺ ക്യാപ്ചറിങ്ങിന്റെ 50 പോയിന്റ് ഇവിടെ കിട്ടും. അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമൊന്നുമില്ല. അത്രയും പേരും ഉണ്ട്, ഒരു ചെറുക്കനും ഉണ്ട്. എന്ത് കാണിക്കാനാ? ഒരാള് കൊള്ളാട്ടോ, ഇതുവരെയായിട്ട് അവൻ പൊളിഞ്ഞിട്ടില്ല. അയ്യന്റെ മോനെ. അങ്ങനെ ഈ കളിയുടെ ബാക്കി പതക്കങ്ങൾ എന്തൊക്കെയാ താങ്ങി തന്നേക്കുന്നതെന്ന് നോക്കാം. ഇത് മിക്കവാറും ലെവൽ 2 ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. റാങ്ക് 2 പാട്ടി ഉപയോഗിക്കും. ഇതൊക്കെ വെറുതെ പർച്ചേസ് ചെയ്ത കാഴ്ചകൾ തന്നെ ആവശ്യമൊന്നുമില്ല. കാരണം അന്നേരത്തേക്ക് നമ്മള് കപ്പല് മാറ്റും, വിമാനം മാറ്റും. പിന്നെ റിസർച്ച് ആവണോട്ടെ എന്നോ മാത്രമേ ഉള്ളൂ. ഇത് നമ്മളെ ഉള്ളവന്മാരാ പക്ഷക്കാര്. നമ്മൾ ഇഷ്ടപ്പെട്ടു കേട്ടോ. റഷ്യൻസിന്റെ I-16 ക്രൂ മാനേജ്മെന്റ് വലിയ ഗുണമൊന്നുമില്ല. ഐ മീൻ ചെയ്യുന്ന നല്ലതാണ്, ബട്ട് ഞാനിത് ചെയ്യാറില്ല. ഇപ്പോൾ ഗ്രേറ്റ് ബ്രിട്ടന്റെ ആണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരുന്നത്. ഈ സാധനം വലിയ ഗുണം ഉണ്ടാക്കിയില്ല. ഇവൻ മാരാണ പെർഫോമൻസ് ആയിരുന്നു. ഇതാ നമ്മൾ കഴിഞ്ഞ കളി കണ്ട I-16 ടൈപ്പ്.
ഇതിന് മുമ്പിലത്തെ വീഡിയോയിലുണ്ട് ഇതിന്റെ പെർഫോമൻസ്. ദിസ് എ ഗ്രേറ്റ് ഫൈറ്റർ. ഇത് മാക്സിമം സ്പീഡ് ഉണ്ടോ 428ആണ്. 1.7 ഇത്ര സ്പീഡ് കൊടുത്തേക്കുന്നത്. ഇപ്പം ഇതിന്റെ ഒക്കെ ഇത് 2.7 ഇവനെ 602 എത്തിയിട്ടേ ഉള്ളൂ. അതാണ് വ്യത്യാസം വരുന്നത്. കണ്ടോ, ഇത് 3 പോയിന്റുള്ളതാണ്. പക്ഷെ ഇത് പക്ഷേ ബോംബർ കാറ്റഗറിയിലായി സംഭവം വരുന്നത്, ഫൈറ്റർ കാറ്റഗറിയിലായി. ഇതിന്റെയൊക്കെ 1.7 വലിയ പെർഫോമൻസ് ഉള്ള ഫൈറ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. എനിവേ ലെറ്റ്സ് സീ. അപ്പോൾ ബൈ.